BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. LMRA താമസ വിസ നിയമങ്ങൾ ലംഘിച്ച 125 വിദേശ തൊഴിലാളികൾ പിടിയിലായതായി LMRA അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘകരെ കണ്ടെത്തിയത്. 985 പരിശോധനകളാണ് ഏപ്രിൽ 21 മുതൽ 27 വരെ നടത്തിയത്. ഇക്കാലയളവിൽ നിയമം ലംഘിച്ച 123 പേരെ നാട് കടത്തുകയും ചെയ്തു. 972 പരിശോധനകളിൽ 13 സംയുക്ത പരിശോധനകളാണ് നടത്തിയത്. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 4, മുഹറക് ഉത്തര ദക്ഷിണ മേഖലാ ഗവർണറേറ്റുകളിൽ 3 വീതവും സംയുക്ത പരിശോധനകൾ നടത്തി. നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ്, പോലീസ് ഡയറക്ടറേറ്റ്, പരിസ്ഥിതി എണ്ണ മന്ത്രാലയം, വാണിജ്യ വ്യവസായ മന്ത്രാലയം, പരിസ്ഥിതികാര്യ സുപ്രീം കൗൺസിൽ, ഉത്തര മേഖലാ മുനിസിപ്പൽ കൗൺസിൽ, ദക്ഷിണ മേഖലാ മുനിസിപ്പൽ കൗൺസിൽ എന്നിവയും പരിശോധനകളിൽ പങ്കാളികളായി. അനധികൃത നിയമവിരുദ്ധ വിദേശ തൊഴിലാളികളുടെ സാന്നിധ്യം അവസാനിപ്പിക്കുന്നതിന് കൂടുതൽ ശക്തമായ പരിശോധനകളും നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായ 10 ഏരിയകളുടെ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. മെയ് 3 നടക്കുന്ന റിഫ ഏരിയ സമ്മേളനത്തോടെ തുടക്കമാകുന്ന ഏരിയ സമ്മേളനങ്ങൾ മെയ് അവസാനത്തോടെ സമാപിക്കും. തുടർന്ന് 2 ദിവസമായി ജില്ലാ പ്രതിനിധി സമ്മേളനവും ജൂണിൽ പൊതുസമ്മേളനവും നടക്കും. 2 വർഷം കാലാവധിയുള്ള ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പാണ് സമ്മേളനങ്ങളുടെ മുഖ്യ അജണ്ട. KPAക്ക് 1600-ലധികം അംഗങ്ങളാണുള്ളത്. വനിതകൾക്കായി പ്രവാസിശ്രീയും സാഹിത്യവേദിയായ സൃഷ്ടിയും കുട്ടികൾക്ക് വേണ്ടി ചിൽഡ്രൻസ് പാർലമെന്റും പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ കായിക വിഭാഗവും ഹോസ്പിറ്റൽ വിംഗ്, ഡെത്ത് ആൻഡ് ചാരിറ്റി വിംഗ് എന്നിവയും സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. നിസാർ കൊല്ലം പ്രസിഡന്റും ജഗത് കൃഷ്ണകുമാർ ജനറൽ സെക്രട്ടറിയും രാജ് കൃഷ്ണൻ ട്രഷററുമായ 7-അംഗ സെക്രട്ടേറിയറ്റ് കമ്മിറ്റിയാണ് അസോസിയേഷന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. റിഫ ഏരിയ സമ്മേളനവുമായി ഏരിയ അംഗങ്ങൾക്ക് 39266951 എന്ന നമ്പറിലോ 39007142 എന്ന നമ്പറിലോ 36921377 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. സാമ്പത്തിക തട്ടിപ്പ് സംഘത്തെ പിടികൂടിയതായി സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറിയിച്ചു. മൊബൈൽ വഴി സന്ദേശങ്ങൾ അയച്ചും വിളിച്ചും പണം കൈക്കലാക്കുന്ന സംഘമാണ് പിടിയിലായത്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കരസ്ഥമാക്കി പണം പിൻവലിക്കുകയും പ്രതികൾ തങ്ങളുടെ നാടുകളിലേക്ക് അയക്കുകയും ചെയ്തിരുന്നതായും തെളിഞ്ഞിട്ടുണ്ട്. പ്രതികളെല്ലാവരും ഏഷ്യൻ വംശജരാണ്. ഇത്തരം തട്ടിപ്പുകാരെ കുറിച്ച് വ്യാപക പരാതി ഉയരുകയും പ്രത്യേക സംഘം ഇവരെ കണ്ടെത്തുന്നതിന് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അറിയാത്ത നമ്പറുകളിൽ നിന്നും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചോദിച്ചു വരുന്ന ഫോൺ കോളുകളിൽ വഞ്ചിതരാവരുതെന്ന് പല ഘട്ടങ്ങളിലും അധികൃതർ പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകാരെ കുറിച്ച് വിവരം നൽകാൻ 992 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. അമേസിംഗ് ബഹ്റൈൻ സംഘടിപ്പിച്ച ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപും സംഘവും നയിച്ച ഇന്റർ സ്കൂൾ ക്വിസ് മത്സരത്തിൽ ബഹ്റൈൻ ഇന്ത്യൻ സ്കൂളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രണവ് ബോബിയും 7ാം ക്ലാസ് വിദ്യാർത്ഥി പൗർണമി ബോബിയും ജേതാക്കളായി. $1150 ആയിരുന്നു സമ്മാനത്തുക. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈനിലെ വിദ്യാർത്ഥികളായ ദ്വൈത് ബ്രൻ ടീം 2ാം സ്ഥാനത്തിനും ന്യൂ മില്ലേനിയം സ്കൂൾ വിദ്യാർത്ഥികളായ സാകേത് നാരായൺ ടീം 3ാം സ്ഥാനത്തിനും അർഹരായി. GS പ്രദീപിന്റെ അവതരണ മികവും മലയാള ചലച്ചിത്ര രംഗത്തെ ചിത്ര സംയോജന രംഗത്തെ യുവപ്രതിഭയായ വിഷ്ണുവിന്റെ ഡിജിറ്റൽ മാജിക്കും പരിപാടിക്ക് മാറ്റുകൂട്ടി. ടീൻ ഇന്ത്യ ബഹ്റൈൻ റമദാനിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സരം കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. റമദാൻ 1 മുതൽ 30 വരെ നടത്തിയ മത്സരത്തിൽ ഖുർആൻ, ഇസ്ലാമിക ചരിത്രം എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. റമദാനിൽ കുട്ടികൾ അറിവുകൾ വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മുഹമ്മദ് സമറുദ് 1ാം സ്ഥാനവും സബ ഷാഹുൽ ഹമീദ് 2ാം സ്ഥാനവും ഹാസിം നൌമൽ റഹ്മാൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഹൈഫ അബ്ദുൽ ഹക്ക്, മുഹമ്മദ് നോഷിൻ, തഹാനി ഹാരിസ്, ആയിഷ നൌറിൻ, അബ്ദുൾ റഫീഖ് എന്നിവർ പ്രോത്സാഹന വിജയികളായി. ഇന്ത്യ കൺവീനർ VK അനീസ്, റഷിദ സുബൈർ, ഫാത്തിമ സാലിഹ്, ബുഷ്ര എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മാമ ജോസ് പിസ മാനേജിംഗ് ഡയറക്ടർ, പത്തനംതിട്ട നിരണം കിഴക്കുംഭാഗം കുന്നത്ത് വർഗീസ് K. ജോസഫ് ഹൃദയാഘാതത്തെ തുടർന്ന് ബഹ്റൈനിൽ നിര്യാതനായി. ഭാര്യ ലിസി ജോസഫ്, മക്കൾ ബ്ലസി ബേബി ജോസഫ്, മകൻ ബെഞ്ചമിൻ ജോസഫ്. മൃതദേഹം കിങ് ഹമദ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ച BJP നേതാവ് മനേക ഗാന്ധി ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നായിരിക്കും മനേക മത്സരിക്കുക. കളക്ടറേറ്റിലെത്തി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൃത്തിക ജോത്സ്നയ്ക്ക് മുന്നിൽ ബുധനാഴ്ചയായിരുന്നു പത്രിക സമർപ്പിച്ചത്. NDA സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടി അധ്യക്ഷൻ ഡോക്ടർ സഞ്ജയ് നിഷാദ്, അബ്നാദൽ നേതാവും ക്യാബിനറ്റ് മന്ത്രിയുമായ ആശിഷ് പട്ടേൽ എന്നിവർ മനേകയ്ക്കൊപ്പം എത്തിയിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിൽ നടത്തിയതിനേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ വരാനിരിക്കുന്ന 5 വർഷത്തിൽ നടത്തുമെന്നും ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നത് തന്റെ കടമയാണെന്നും മനേക പറഞ്ഞു. കോവിഷീൽഡിന്റെ പാർശ്വഫലങ്ങൾ പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. സുപ്രീം കോടതിയിലെ വിരമിച്ച ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഹർജി സമർപ്പിച്ചത്. അപൂർവ അവസരങ്ങളിൽ മസ്തിഷ്കാഘാതം, ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിൻ കാരണമായേക്കാമെന്നാണ് നിർമ്മാതാക്കളായ ബ്രിട്ടീഷ് ഫാർമസി ബീമൻ അസ്ട്രാസെൻക UK കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വ്യക്തമാക്കിയിരുന്നത്. COVID-19 ശേഷം യുവാക്കളിൽ പോലും ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും വാക്സിനേഷന്റെ ഫലമായി ഗുരുതരമായ വൈകല്യം സംഭവിക്കുകയോ മരിക്കുകയോ ചെയ്തവർക്ക് നഷ്ടപരിഹാരത്തിനുള്ള സംവിധാനം ഒരുക്കണമെന്നും ഹർജിയിൽ പറയുന്നു. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി സർക്കാർ അടിയന്തര നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ടെന്നും പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ടെന്നും അതിൽ പറയുന്നു. ഇന്ത്യയിൽ 175 കോടിയിലധികം ഡോസ് കോവിഷീൽഡ് നൽകിയിട്ടുണ്ടെന്നും ഹർജി വ്യക്തമാക്കുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് അസ്ട്രാസെൻക വികസിപ്പിച്ച വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തത്. കോവിഷീൽഡ്, വാക്സ്പെരിയ എന്നീ വാക്സിനുകളാണ് അസ്ട്രാസെൻക നിർമ്മിച്ചത്. വാക്സിൻ എടുത്തത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട നിരവധി പേർ UK കോടതിയെ സമീപിച്ചിരുന്നു. മരണങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വാക്സിൻ കാരണമായെന്ന് ചൂണ്ടിക്കാട്ടി UK ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത 51 കേസുകളിലെ ഇരകൾ 100 ദശലക്ഷം പൗണ്ട് വരെ നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈക്കത്ത് ക്രിക്കറ്റ് കളിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം. വൈക്കം ബീച്ചിലെ ഗ്രൗണ്ടിൽ വൈകിട്ടോടെ ക്രിക്കറ്റ് കളിക്കുന്നതിനിടെയാണ് യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചത്. സംസ്ഥാനത്തെങ്ങും കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ഔട്ട്ഡോർ കായിക മത്സരങ്ങൾ നടത്തരുതെന്ന് കായിക വകുപ്പ് അറിയിച്ചു. മന്ത്രി V. അബ്ദുറഹ്മാന്റെ നിർദ്ദേശപ്രകാരമാണിത്. കായിക പരിശീലനം, വിവിധ സെലക്ഷൻ ട്രയൽസ് എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. കടുത്ത ചൂട് തുടരുന്നതുവരെ നിയന്ത്രണം നിലനിൽക്കും. ചൂട് കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാൻ കായിക താരങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ അറിയിച്ചു. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും സഞ്ചരിച്ച കാറ് കുറുകെയിട്ട് KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ പിന്തുണയുമായി DYFI ആര്യ രാജേന്ദ്രൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും വാഹനത്തെ അപകടകരമായ രീതിയിൽ മറികടന്നപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ചോദ്യം ചെയ്യലാണ് ഉണ്ടായതെന്നും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സൈബറിടത്തിൽ അവർക്ക് നേരെ സംഘടിതമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനത്തെ അപകടകരമായ രീതിയിൽ മറികടന്നപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ചോദ്യം ചെയ്യലാണ് ഉണ്ടായത്. ചോദ്യം ചെയ്തത് ആര്യയായതിനാൽ ഊഹാപോഹങ്ങളും സൈബർ അറ്റാക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആര്യയോടാണ് വളരെ മോശമായ രീതിയിൽ KSRTC ഡ്രൈവർ പെരുമാറിയത്. സ്ത്രീകളോട് മോശമായ രീതിയിൽ പെരുമാറുന്നവരോട് എങ്ങനെ സാധാരണ ആളുകൾ പ്രതികരിക്കേണ്ടത്? എല്ലാ പെൺകുട്ടികളും തങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണത്തെ, ലൈംഗിക അധിക്ഷേപത്തെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും സനോജ് പറഞ്ഞു. KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ദൃശ്യങ്ങളടങ്ങിയ ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാനില്ല. ഡ്രൈവർ യദു ഓടിച്ച KSRTC ബസ് പോലീസ് പരിശോധിച്ചപ്പോൾ ക്യാമറയുടെ DVR കണ്ടെത്തിയെങ്കിലും മെമ്മറി കാർഡ് കിട്ടിയില്ല. ഇതോടെ ബസ്സിനുള്ളിലെ ദൃശ്യങ്ങൾ ലഭിക്കില്ലെന്ന് കന്റോൺമെന്റ് പോലീസ് അറിയിച്ചു. 64 GB മെമ്മറി കാർഡ് DVRൽ ഉണ്ടാവേണ്ടതാണ്. മെമ്മറി കാർഡ് ആദ്യം മുതലേ ഇല്ലായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തു മാറ്റിയതാണോ എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല. സംഭവ സമയത്ത് തർക്കം മൊബൈൽ ചിത്രീകരിച്ചയാളോട് മേയർ അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന രംഗം പുറത്തു വന്നിരുന്നു. ദൃശ്യങ്ങൾ മേയർക്കെതിരായ തെളിവാകുമെന്നതിനാലാണ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടതെന്നും ഇതേ കാരണത്താലാണ് ബസ്സിലെ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് മുതൽ 5 ദിവസത്തേക്ക് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് പ്രവചിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത. നാളെ 9 ജില്ലകളിലാണ് മഴ പ്രവചിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത. 5-ാം തീയതി വരെ 10 ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളായതിനാൽ അതീവ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.